10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 14 വയസ്സുകാരൻ അമാൻ സാഞ്ചർ അമേരിക്കയിലെ തൻ്റെ വീട്ടിലിരുന്ന് കോഡിങ് പഠിക്കുകയാണ്. അവന് വലിയ കമ്പനിയില്ല, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബട്ട് ഹി ഹാസ് എ ക്യൂരിയോസിറ്റി. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, എന്തുകൊണ്ട് പ്രോഗ്രാം ഇത്ര ഡിഫിക്കൽട്ട് ആവണം? 70 വർഷത്തോളമായി മനുഷ്യർ കോഡിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് മില്യൺ കണക്കിന് കമാൻഡ്സാണ് അവർ സമയങ്ങളെടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ബഗ്സ് ഒഴിവാക്കാൻ വേണ്ടി മണിക്കൂറുകളാണ് അവരെടുക്കുന്നത്. അമാൻ സാഞ്ചർ എന്ന് പറയുന്ന ഇന്ത്യൻ ഒറിജിൻ സ്റ്റുഡൻറ്റിൻ്റെ ചിന്ത ഇതായിരുന്നു: എന്തിന് ഇത്രയധികം സമയമെടുക്കണം? തൻ്റെ ഈ ക്യൂരിയോസിറ്റിക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടുന്നതായിരുന്നു 2022 അമാൻ സാഞ്ചറിൻ്റെ തൻ്റെ 3 ക്ലാസ്മേറ്റ്സുമായിട്ടുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച നടന്നത് മാസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT-യിലായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം മിഖായിൽ ട്രൂവലിനെ കാണുന്നത്. 2022 മിഖായിൽ ട്രൂവൽ ഒരു കമ്പനി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എനിസ്ഫിയർ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. ആ കമ്പനിയുടെയും താല്പര്യം ഇതായിരുന്നു: എങ്ങനെ AI ഉപയോഗിച്ചുകൊണ്ട് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അന്ന് അദ്ദേഹത്തെ പലരും കളിയാക്കി, എയ്ക്ക് എങ്ങനെ കോഡിങ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ പലരും കളിയാക്കിയെങ്കിലും ഈ 4 പേർ ഒരു വലിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷനാണ് കാലെടുത്ത് വെച്ചത്. മിഖായിൽ ട്രൂവൽ, അമാൻ സാഞ്ചർ, സുലൈ ആസിഫ്, പാകിസ്ഥാൻകാരനായ സുലൈ ആസിഫ് ആൻഡ് ആർബിഡ് ലെന്നമാർക്ക്, ഇവരും 4 പേരും കൂടി എനിസ്ഫിയർ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിൽ കേഴ്സർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു. എങ്ങനെ ഒരു AI ടൂളിന് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു സ്കൂൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ AI വിൽ റൈറ്റ് ദ കോഡ്. നമ്മളൊരു ബഗ് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ AI വിൽ സോൾവ് ദ ബഗ്. എനിക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കേഴ്സറിനോട് പറഞ്ഞാൽ കേഴ്സർ ഒരു വെബ് ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കോഡിംഗ് ലാംഗ്വേജ് പഠിച്ച് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടതില്ല. 24-25 വയസ്സിലെത്തിയിരിക്കുന്ന ഈ 4 യുവ സംരംഭകരാണ്, ഇന്നോവേറ്റേഴ്സാണ് ഇന്ന് ടെക് ലോകത്തെ വലിയ ചർച്ചാ വിഷയം. സ്പേസ് എക്സ് എന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി $60 ബില്യൺ ഈ 4 പേരുടെ പാരൻ്റ് കമ്പനിയായ എനിസ്ഫിയറും കേഴ്സറും കൂടി ഏറ്റെടുക്കുകയാണ്. ഈ വാർത്ത സത്യത്തിൽ ഒരു പുതിയ തോട്ടിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. $60 ബില്യൺ എന്ന് പറയുന്നാൽ ഏകദേശം ഇന്ത്യൻ 5,10,000 കോടി രൂപ വരും. ഒരു 14 വയസ്സുകാരൻ്റെ ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയാണ് 5 ലക്ഷം കോടി വാല്യൂ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് ഇന്നോവേഷനായിട്ട് മാറിയെന്നുള്ളത് നമ്മൾ ഓരോ പാരൻസും ടീച്ചേഴ്സും ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ചിന്ത എന്താണ്? ഒരു കാലത്ത് രക്ഷിതാക്കൾ കുട്ടികളോട് ചോദിച്ചിരുന്നത്, ക്യാൻ മൈ ചൈൽഡ് യൂസ് കമ്പ്യൂട്ടർ? എൻ്റെ കുട്ടിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുമെന്നായിരുന്നു. 10 വർഷം കഴിഞ്ഞു, പിന്നെ നമ്മൾ എല്ലാവരും ചോദിച്ചത്, ക്യാൻ മൈ ചൈൽഡ് ക്രിയേറ്റ് കോഡ് ഉണ്ടാക്കാൻ അറിയുമെന്ന്, അല്ലെങ്കിൽ യൂസ് കോഡ് ഉപയോഗിക്കാൻ അറിയുമെന്നുള്ളതാണ്. ഇന്നത്തെ ചോദ്യം അതല്ല. ക്യാൻ മൈ ചൈൽഡ് ബിൽഡ് വിത്ത് AI? എൻ്റെ കുട്ടിക്ക് AI ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട 5 സ്ട്രാറ്റജീസാണ് ഈ ഒരു കേഴ്സറിൻ്റെ സ്റ്റോറിയിലൂടെ അമാൻ സാഞ്ചറും മിഖായിൽ ട്രൂവലും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് ആ 5 കാര്യങ്ങൾ? ഒന്നാമത്തേത്, നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കേണ്ടത് ക്യൂരിയോസിറ്റിയാണ്. മാർക്ക് നേടാൻ മാത്രമല്ല. പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മാർക്കിലാണ്. എൻ്റെ കുട്ടിക്ക് ആ സ്കില്ലുണ്ടോ, ക്യൂരിയോസിറ്റി ഉണ്ടോ എന്ന്, കോമ്പിറ്റൻസി ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിന് ആൻസർ പറയാന്നുള്ളത് ഒരു പക്ഷേ എല്ലാവർക്കും സാധിച്ചേക്കാം. ബട്ട് വി ഹാവ് ടു ആസ്ക്, ഹൗ വുഡ് യു സോൾവ് ഇറ്റ്? കുട്ടി, നീ എങ്ങനെ ഇത് പരിഹരിക്കും? ഈ ഒരു ക്വസ്റ്റ്യനാണ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക. കുട്ടികളെ പ്രോബ്ലം കാണാനും ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനും നമ്മൾ പ്രേരിപ്പിക്കുമ്പോഴാണ് അവർക്കും ഇതുപോലെ ബിൽഡ് ചെയ്യാനും വലിയ ഇന്നോവേഷൻസ് ഉണ്ടാക്കാനും സാധിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികളെ നമ്മൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത കുട്ടികളെ ക്വസ്റ്റ്യൻ ചോദിക്കാനും പ്രോത്സാഹിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാക്കിയത് കൺസ്യൂം ചെയ്യുന്നതിൽ മാറി ഫ്രം കൺസ്യൂമർ ടു ക്രിയേറ്റർ എന്നൊരു തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ ബിൽഡ് ചെയ്യണം. ഒരു കാര്യം ബിൽഡ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അതൊരു പോസ്റ്റർ ആവാം, ഒരു വെബ്സൈറ്റ് ആവാം, വൈബ് കോഡിങ് ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഐഡിയ ആവാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആവാം, ഒരു പ്രസൻറ്റേഷൻ ആവാം, എനിത്തിങ്. നമ്മൾ കുട്ടികളെ ബിൽഡ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം റെസ്പോൺസിബിലിറ്റിയാണ്. AI കാലത്ത് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്തിക്കൽ യൂസേജ് ഓഫ് AI ആണ്. എങ്ങനെ AI ഉത്തരവാദിത്വത്തോടു കൂടി ഉപയോഗിക്കണം. AI പ്രൈവസി പോളിസി എന്താണ്? AI ഈസ് നോട്ട് എ മാജിക്, ഇറ്റ് ഈസ് പ്യുവർ സയൻസ് ആൻഡ് മാത്സ് എന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ചാൽ മാത്രമാണ് വരുന്ന കാലത്ത് AI കൃത്യമായി മാനേജ് ചെയ്യാൻ അവർക്ക് സാധിക്കും. AI ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്
മാരകമായ അവരുടെ സ്കിൽ നശിപ്പിക്കാൻ ഇത് കാരണമായേക്കാം. അതുപോലെ പ്രൈവസി പോളിസി, അവരുടെ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ അവർ കൃത്യമായി നമ്മൾ പഠിപ്പിക്കണം. 4-മത്തെ കാര്യം ലേൺ ടുഗദർ എന്നാണ്. നമ്മൾ പാരൻസ് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല. നമ്മൾ അവരെ കൂടെ പഠിക്കണം. നമ്മളും കൂടി പഠിക്കുമ്പോഴാണ് നമുക്കും ഏത് തരത്തിലേക്കാണ് മക്കളെ ഇനി കൊണ്ടുപോകേണ്ടത് എന്ന ധാരണ കൃത്യമായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 5-മത്തെ കാര്യം ഹ്യൂമൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം AI വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടും, നോ ഡൗട്ട്. പക്ഷേ മനുഷ്യനെ എക്കാലത്തും ഏത് AI ടൂൾ വന്നാലും മനുഷ്യൻ്റെ കഴിവിനെയും എക്കാലത്തും കിങ്ങായി നിലനിർത്തുന്ന ഒരുപാട് സ്കില്ല് നമുക്കുണ്ട്. നമ്മുടെ ബ്രെയിൻ്റെ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ, ക്രിയേറ്റിവിറ്റി, കുട്ടികളെ ക്രിയാത്മകമായി ചിന്തിക്കാനും ഒരു കാര്യത്തെ ക്രിറ്റിക്കലായി അനലൈസ് ചെയ്യാനുള്ള ശേഷി നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, പ്രസൻറ്റേഷൻ, ഏത് ആശയത്തെയും ഇന്ന് ആർക്കും കോപ്പിടിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയെ വേറെ ആർക്കും കോപ്പിടിക്കാൻ കഴിയില്ല. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അഡാപ്റ്റേഷൻ, ഏത് സാഹചര്യം വന്നാലും നേരിടാനുള്ള ശേഷി നമ്മുടെ കുട്ടികൾക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ടതാണ്. അതുപോലെ കൊളാബറേഷൻ, മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട്, ഇവിടെ കണ്ടില്ലേ കേഴ്സർ സ്ഥാപിച്ചത് 4 പേര് കൂടിയിട്ടാണ്. ആ 4 പേരുടെ കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് നയിച്ചത്. ഇങ്ങനെ ഈ 5 സ്ട്രാറ്റജീസ് നമ്മുടെ മക്കളെ നമ്മൾ യുഗത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ സർവൈവ്. അവർക്ക് ഏത് കാലത്തെയും നേരിടാനും ഏത് ചലഞ്ചിനെയും നേരിടാനും അവർക്ക് സാധിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് AI is not a tool, AI is not a software, AI is not a technical innovation, AI is an electricity. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മറ്റു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നേരത്തെ ഉണ്ടായിട്ടുള്ള IT ഡെവലപ്മെൻറ്റ് പോലെയല്ല AI ഒരു ഇലക്ട്രിസിറ്റി പോലെയാണ്. കാരണം അത് എല്ലായിടത്തും ഉണ്ടാവും. എൻജിനീയേഴ്സ് AI ഉപയോഗിക്കേണ്ടി വരും, മെഡിസിനുള്ളവർ AI ഉപയോഗിക്കേണ്ടി വരും, ഈവൻ ഒരു സാധാരണക്കാരൻ, എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മാനുഫാക്ചേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, സമൂഹത്തിലെ എല്ലാ തുറയിലുള്ള ആളുകൾക്കും AI ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ വീടിനകത്തുണ്ട്, നമ്മുടെ മൊബൈലുണ്ട്, അല്ലേ, എവിടെയൊക്കെ ഡിവൈസ് ഉണ്ട് അവിടെ ഉണ്ട്, മാനുഫാക്ചറിങ് യൂണിറ്റിലുണ്ട്, എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് AI വളർച്ച. അതുകൊണ്ട് AI നമ്മുടെ മക്കളെ കൃത്യമായി പഠിപ്പിക്കാനുള്ള നല്ല ഇടങ്ങൾ നമ്മൾ അന്വേഷിക്കണം. സ്കിൽ സോണിൻ്റെ ഒരു മികച്ച കോഴ്സാണ് AI ഫോർ സ്റ്റുഡൻസ്. ആ കോഴ്സിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും നല്ല കോൺഫിഡൻറ്റ് എത്തിക്കൽ AI ബിൽഡേഴ്സ് ആക്കാനുള്ള 14ഓളം മൊഡ്യൂളുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ മക്കളെ ഭാവി ക്യൂരിയോസിറ്റി വളർത്തിയാവട്ടെ, നല്ല ആത്മവിശ്വാസം കൊടുത്താവട്ടെ, വെറും മൊബൈൽ സ്ക്രീൻ ടൈം കൺസ്യൂം ചെയ്യുന്ന മാറി നല്ല ബിൽഡേഴ്സ് ആക്കിയത് മാറ്റാൻ നമുക്ക് സാധിക്കണം.